തന്നെ വെള്ളം പിടിച്ചൊഴിച്ചപ്പോൾ അയ്യോ കിട്ടിയാ. ഞാൻ വിചാരിച്ചു നമ്മളവനെ തോപ്പിച്ചെന്ന്. ഓടക്കുന്നു പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. ആ വലയിടുന്ന സാധനം സ്പൈഡർ വന്നില്ലേ ഇപ്പൊ പണി കിട്ടുമല്ല. ചത്ത തുടങ്ങിയപ്പോൾ തന്നെ സ്പൈഡർമാൻ തീർന്ന നൈസ്. അതായത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിടിച്ച് അയ്യോ അയ്യോ ഒഴിഞ്ഞു പറഞ്ഞ ഞെക്കാൻ വിട്ടോയേ. ഭാഗ്യത്തിന് പൊടിഞ്ഞു വിടല്ലാം കൂടി. ഇല്ലടാ അവന്മാര് വിട്ടില്ലടാ. സോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഒരു പുതിയ ഗെയിമാണ് വിച്ച് ഈസ് സ്പൈഡർമാൻ 2. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ഒരു ഗെയിം ഫിനിഷ് ചെയ്തിട്ടില്ല. എൻ്റെ മറ്റേ ചൂച്ചു ചാൾസ് ഇല്ല, അത് തീരാറായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് അത് ഫിനിഷ് ചെയ്യാം. ഇന്നത്തെ സ്പൈഡർമാൻ്റെ വീഡിയോ എന്നിട്ട് ഇനി സ്പൈഡർമാൻ്റെ ബാക്കി വീഡിയോസ് വേണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ലെറ്റ്സ് ഗോ. അപ്പം കഥ ഇവിടെ തുടങ്ങുവാണ്. എമോഷണൽ സീനാണല്ലോ. ഓക്കെ എടാ സിംബിയോട്ടല്ലേ അത്, വെനോട് ബാക്കിൽ നിൽക്കുന്നത്. നൈസ്. നോർമൻ ഓസ്ബോൺ, അതായത് അയ്യോ ഇവനാണ് കേട്ടോ ഓസ്ബോൺ, മറ്റേ ഡോക്ടർ ഇല്ലേ ഇവന്റെ മോനാണപ്പ. ഇത് ഹാരിയാണ്. കഥ വേറെ രീതിക്കാണ്. വെന ഓൾറെഡി അവന്റെ ദേഹത്തുണ്ട്, ഇപ്പൊ ഹാരിക്ക് കൊടുത്തോണ്ടിരിക്കുക. നൈസ് നൈസ്. ഈയടാ എന്താ ഹാരിയെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ അവൻ. സംഭവം മനസ്സിലായില്ലേ? നോർമൻ ഓസ്ബോൺ അവന്റെ അകത്തുള്ള വെനത്തിനെ ഹാരിക്ക് കൊടുത്ത്, ഹാരി വിഷമിച്ചിരിക്കുന്ന സമയത്ത്. നൈസ്. തുടക്കം തന്നെ ട്വിസ്റ്റഡ് ആയിട്ട് സൂപ്പറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. രാവിലെ സമയം 8:30. എടാ ഇത് മൈൽസ് മൊറാൽസ് കളിച്ചിട്ടുള്ളവർക്ക് അറിയാം. സ്പൈഡർമാൻ 1 കഴിഞ്ഞിട്ട് മൈൽസ് മൊറാൽസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഇറങ്ങിയായിരുന്നു. അതാണിത്. ഓക്കെ, അത് ഇവന്റെ കഥയായിരുന്നു. ഇതിനകത്ത് പീറ്ററും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. രാവിലെയൊക്കെ ഒരു സ്കൂളിൽ വന്ന് നിൽക്കുക. ഓക്കെ നൈസ്. തുടക്കമൊക്കെ അടിപൊളി, ഗ്രാഫിക്സ് സൂപ്പർ. എല്ലാവരും കോളേജായിരിക്കും അല്ലെ സ്കൂളായിരിക്കും സ്കൂളിൽ നിൽക്കുക. പീറ്റർ യാ നമ്മളെ പീറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ ഗുഡ് മോർണിംഗ്. ഓക്കെ മൊറാലിസ് സ്റ്റുഡൻറ്റും പീറ്റർ ടീച്ചറും. ആ മ്യൂസിക് ഒക്കെ കണ്ടോ, നല്ല രോമാഞ്ചം വരുന്ന ടൈപ്പ് മ്യൂസിക്. നൈസ്. പീറ്ററിന് അടിപൊളി ഉണ്ട്. യെസ് മിസ്റ്റർ പാക്കർ. ചെറുക്കൻ തിരിച്ചെത്തി. നൈസടേ, അടിപൊളി. എന്താ അതായത് മൊറാലിസ് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റേ ആ സ്പൈഡർമാൻ്റെ അവിടെ കോളറിൻ്റെ അവിടെ അവൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, സ്പൈഡർമാൻ്റെ ഡ്രസ്സ്. നൈസ് നൈസ് നൈസ്. പുറത്തെന്തോ അപാകതയുടെ മ്യൂസിക് ആണല്ലോ. പരിപാടി തുടങ്ങി ഒരു പീരീഡിന് 5 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും അവന് ബാത്റൂം പോകണമെന്ന്. ഓക്കെ പുറത്ത് പോലീസിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തോ പ്രശ്നം തുടക്കത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ മണ്ണ് മറ്റേ മണല് മനുഷ്യനില്ലേ, അതായിരിക്കും മിക്കവാറും. തന്നെ മണൽ വരുന്നുണ്ട്. മണലുണ്ട് പോലീസും ഉണ്ട്, വിച്ച് മീൻസ് നമ്മുടെ സാൻഡ്മാൻ ആയിരിക്കും. ഒരു കൊച്ചുപോയി ജനലൊക്കെ അടച്ചിട്ടുണ്ട്, അത് അകത്ത് മണലൊക്കെ വീഴുന്നു. നൈസ്. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഐ എം വെയിറ്റിംഗ്. എന്തുറ്റി? നൈസ്. മൊറാൽസ് പുറത്ത് പോയിട്ട് സംഭവങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഹെൽപ്പ് ചോദിച്ചു വന്നിരിക്കുക നമ്മളെ പീറ്ററിന്റെ അടുത്ത്. നൈസറേ. അതായത് അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല, അത് കാരണം പീറ്ററിനെ ഹെൽപ്പിന് വിളിച്ചേക്കുക. ഇപ്പൊ പീറ്റർ മൊറാൽസ് 2 സ്പൈഡർമാനോട് ഒരുമിച്ചാട്ടാ പോണത്. നൈസ് നൈസ് നൈസ്. ഐ എം എക്സൈറ്റഡ്. പോട്ടെ ലെറ്റ്സ് ഗോ. ഡ്യൂട്ടിയുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ പീറ്ററിന്റെ. ആ സമയത്ത് തന്നെ മ്യൂസിക് ഇട്ട്. നൈസ് നൈസ് നൈസ്. എൻ്റെ മോനെ ആ ഫ്രെയിമൊക്കെ കണ്ടോ അവന്മാർ ചാടിപ്പോണതിൻ്റെ അത്. നൈസറേ. സ്കൂളിന്റെ മണ്ടയിലെത്തി. യാ മാർക്കോ, അത് മറ്റേ സാൻഡ്മാൻ ആണ് ഉദ്ദേശിക്കുന്നത്. മാർക്കോ, സാൻഡ്മാന്റെ പേരാണ് മാർക്കോ. അയ്യവ 2 പേര് സ്പൈഡർമാൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് പോവുക. നൈസ്. സ്റ്റാർട്ടിങ് പൊടി കേട്ടോ, ഒരു രക്ഷയില്ല. സ്റ്റാർട്ടിങ് ഹോൾഡ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചാൽ സ്വിങ് ചെയ്യും, അത് വിട്ട് കഴിഞ്ഞാൽ റിലീസ് ചെയ്യും. ഓക്കെ വേറെ എന്തിട്ടാ? ഓക്കെ സ്വിങ് ചെയ്യാനപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചാൽ മാത്രം മതി. സ്പേസ് ബെയർ വെക്കുമ്പോൾ വലയിട്ട് വലിക്കുന്നുണ്ട് വെറുതെ, പക്ഷെ സ്വിങ് ചെയ്യുന്നില്ല. ഓക്കെ വേറെ എന്തൊക്കെയുണ്ട് കൺട്രോൾസ്? ഷിഫ്റ്റ് തന്നെ, മതിലൊക്കെ താനെ ഓട്ടോമാറ്റിക്കലി പിടിക്കും. നൈസ്. സ്വിങ് ഏതാ ഫ്രെയിമായ എലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാണ്ട. നൈസ് സൂപ്പർ, ഒരു അടിപൊളി. ലൈക്ക് ഇറ്റ്. അയ്യവ താഴെ എത്തിയിട്ട് സ്വിങ് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത്. സ്വിങ് ചെയ്തുകൊണ്ട് വന്നിട്ട് ആ സ്പേസ് ബാർ ഞെക്കുമ്പോൾ ഒരു ജമ്പ് ഉണ്ട് പോലെ. സൂപ്പറാണ്. ഹോൾഡ് ഷിഫ്റ്റ് ആൻഡ് സ്പേസ്. ഓക്കെ നൈസ്. ഹൈ ജമ്പ് അത് പറ. വെറൈറ്റി സ്റ്റണ്ടിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇത് ഞെക്കി കഴിഞ്ഞാൽ ചാർജ്ഡ് ജമ്പിങ് ഒക്കെ ഉണ്ട്. അയ്യവ പോണം. നൈസറേ.
ഞാൻ 4ാമത്തെ സ്വിങ്ങിൽ തന്നെ സ്വിങ്ങിങ് പ്രോയെ കറങ്ങി പോണണ്ട. നമ്മൾ പുതിയല്ലേ വെബ് സിപ്പ് ചെയ്യാനായിട്ട് വെറുതെ ഞെക്കിയാന്ന് പറയുന്നത്. നൈസ്. അവിടെ ഇച്ചിരി ദൂരം ഉണ്ടാവണം എൻ്റെ പ്രാർത്ഥന. ഇങ്ങനെ പോവാൻ നല്ല സുഖമുണ്ട്. ഒരു മൈൻഡൊക്കെ കാമായ നല്ലൊരു എന്താ പറയാ നല്ല ഫീലിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഹെലികോപ്റ്റർ മുന്നിൽ പോകുന്നുണ്ട്. ഇവിടെ പിന്നെ എല്ലാം നല്ല പൊക്കമുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല, സുഖമായിട്ട് പോകാൻ പറ്റും. സെൻട്രിൽ കൂടെ പോണ്ട, സൈഡിൽ കൂടെ പോവാം. താഴെ എത്തട്ടാ പിടിച്ചോ. ജമ്പിങ് നൈസ് കേട്ടാ. സിങ് ചെയ്ത് വന്നിട്ട് സ്പേസ് ആക്കി കൊടുത്താ ഇപ്പൊ ജമ്പ് വരും. തട്ടിയില്ലേ ഇതൊക്കെ മറ്റേ ഇമോഷൻ ആയിരിക്കും. താഴോട്ട് പോകുമ്പോ എയറിന്റെ ഒക്കെ കാണിക്കുന്നുണ്ട് സൈഡിൽ. നൈസ്. പെട്ടെന്ന് പോട്ടെ. ഇതുവരെ പരിപാടി തുടങ്ങിയില്ല, വെറുതെ ഇങ്ങനെ വന്ന് സ്വിങ് ചെയ്ത് കഥ നോക്കി ഇരിക്കുക. ലാസ്റ്റ് നമ്മള് വലയിട്ട് മറ്റേ മാർക്കോ സാൻഡ്മാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സാധനം വരുന്നു. ആൾട്ട്. ഓക്കെ, ആൾട്ട് കേൾക്കുമ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റും. നമ്മളെ ഗോസ്റ്റ് ഓഫ് സുഷിമയിലെ ആൾട്ട് തന്നെ. ആൾട്ട് കേൾക്കുമ്പോൾ ഒഴിഞ്ഞു മാറും. ലെഫ്റ്റ് ഔട്ട് മറിക്കോ. നൈസ്. ദാ സാൻഡ്മാൻ സൈസ് നോക്കണോ അതിൻ്റെ ഈ മറിക്കോ. സാൻഡ്മാനായിട്ടുള്ള ഫൈറ്റ് ഇവിടെ തുടങ്ങുകയാണ്. ഓക്കെ. ഓ, ചെറിയ സാധനത്തിന് പോലെ അത്രയും വലിയ വടിയൊന്നും വേണ്ടടേ. 1 2 ലൈഫ് തീരെ കുറയുന്നില്ല. എങ്ങനെ ഫസ്റ്റ് തന്നെയാണോ സാൻഡ്മാനോട്ട് അടി വരുന്നത്? ഇനി അങ്ങോട്ട് വരുന്ന വില്ലന്മാരപ്പോൾ എങ്ങനെയായിരിക്കും? കളി തുടങ്ങിയപ്പോൾ ഇത്രയും വലിയ ഫൈറ്റാ. കൊടു 1 വളരെ ഓക്കെ. മൂക്കിൽ പോയി നിൽക്കുന്ന പിടിച്ചറാ. ഇതെന്തൊരു ഫൈറ്റിംഗ് സ്റ്റൈലാണ് മൂക്കിൽ പോയി നിൽക്കുന്നത്. കയ്യിലിട്ട് ഞെരിക്കെടുത്ത് തന്നെ. ഒന്നും സംഭവിച്ചില്ല. ഇപ്പോഴും ദേഷ്യമാണെന്നാ ചോദിക്കുന്നത്. നൈസ്. ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. എടുത്തെറിഞ്ഞടാ എന്നെ. പറ്റിയില്ല ഭാഗ്യത്തിന്. മറിക്കോ. ഫ്രീ പോണ്ട തീ. എന്തൊരു കയ്യത്. കോടിക്കോ. ഫസ്റ്റത്തെ ഫൈറ്റ് തന്നെ സൂപ്പർ കേട്ടോ. സാൻഡ്മാനായിട്ടുള്ള ഫൈറ്റാണ് ഫസ്റ്റ് തന്നെ. ഇൻട്രസ്റ്റിംഗ്. ഇനി അങ്ങോട്ടപ്പോൾ ഇതിലും കിടിലമായിരിക്കും. പൊട്ടെ. ഫ്രെയിമൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ആക്ഷൻസ് ഒക്കെ നൈസ്. അവനെ രക്ഷിക്കണോ ഇനി? നൈസ്. ഇതിനകത്തൂടിയൊക്കെ വലയിട്ടോണ്ട് പോണ്. മറ്റേ മോറൽസ് വെളിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരുത്തനെ രക്ഷിച്ച്. മറ്റവനെ രക്ഷിച്ചപ്പോൾ നമുക്കൊരു ഇടി കിട്ടി. കുഴപ്പമില്ല, സ്പൈഡർമാൻ അല്ലേ, ഒരു ഇടിയൊക്കെ താങ്ങും. അവൻ്റെ പട വരുന്നുണ്ട്, മിനി മാർക്കോസ്. ഇനി ഇവന്മാരുമായിട്ടാണ് ഫൈറ്റ്. മതി, ഇതൊക്കെ ട്യൂട്ടോറിയലായിട്ട് തന്നാൽ ഓക്കെ. ആദ്യമേ തന്നെ വലിയ സാൻഡ്മാനെ തന്നാൽ ഞാൻ അങ്ങനെ കൊല്ലാനാ. ആദ്യം ഒന്ന് ഇടിച്ച് പഠിക്കട്ടെ. ഓക്കെ. എഫ് ഞെക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി അടിക്കുന്നുണ്ട്. 1 2 3 4 പേരൊക്കെ ഉണ്ടല്ലോ. ഓൾട്ട് ഞെക്കിയാൽ നന്നായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഓക്കെ, ഓൾട്ട് ഞെക്കി ഇടിക്കാം. മൗസ് ഞെക്കിയാൽ ഇടിക്കുന്നുണ്ട്. ഓക്കെ, കൊടു. ചേട്ടാ, ഉമാര് ജനിച്ചോണ്ടിരിക്കാനുള്ള പണ്ടാരെ 10 പേരാ. എങ്ങനെയാലും ഉമാരെ കൊല്ലണം. ഇത് ശരിയാവൂല. ഒഴിഞ്ഞു മാറി അടിക്കുക കേട്ടോ. നന്നായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. കൊള്ളാം. കോമ്പാറ്റ് നൈസ്. അതായത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിടിച്ച് അയ്യോ ഒഴിഞ്ഞു മാറുന്ന ഞെക്കാൻ വിട്ടോയേ. ഭാഗ്യത്തിന് പൊടിഞ്ഞു വീണെല്ലാം കൂടി. ഇല്ലടാ, അവന്മാര് വിട്ടില്ലടാ. മൗസിൽ 2 കൂടെ ചേർത്ത് ഞെക്കാൻ. ഓക്കെ, എവിടെ? ഓക്കെ, നൈസറാ. സ്പൈഡറിന്റെ മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പുതിയ സ്പൈഡർമാനാണ്. ശരിയാ, സ്പൈഡർമാൻ 2-ലൊക്കെ ഇതുള്ളൂ. മറ്റേത് ഉണ്ടാവും എനിക്ക് തോന്നാൻ അറിയില്ല. അതൊക്കെ ഇറക്കി അടിക്കാൻ പറ്റും. നൈസ്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിട്ടുണ്ട്. വിചാരിച്ചതിനേക്കാൾ അടിപൊളി സംഭവം കോമ്പാറ്റ്. ഓക്കെ, കൊടു. ഇങ്ങനെ എത്ര എണ്ണം വന്നാലും ഇടിക്കും കേട്ടോ. ഇവന്മാരെ അവനെത്ര ഊതുന്നു അവിടെ വന്നിട്ട്. ചെവി കൂടെ ഊടാൻ അങ്ങോട്ട് മാറി നിൽക്കണവരൊക്കെ ഫൈറ്റ് എടുക്കുന്നുണ്ടല്ലോ ഇവിടെ. ആ സാധനം വന്നിട്ടുണ്ട്. അത് തന്നെ കൊടു. ഒരാളെ മാത്രം അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മോശമായിപ്പോയി. ഒരു സമയത്ത് തന്നെ 3 പേരൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നൈസായന. കുഴപ്പമില്ല. വലയിടാൻ പറ്റൂലേ ആവോ? പിടിച്ച് വലിച്ചെടുത്തറ തന്നെ. സൈസ് നോക്കിയേ. ഒരു നിമിഷം സമാധാനം. സ്പൈഡർമാനെ പിടിച്ചു. എന്റെ പൊന്നെ, മാർക്കോ അവന്റെ രൂപത്തിൽ തന്നെ വന്നു കേട്ടാ. മണലിൽ തന്നെ. മാർക്കൊക്കെ ഇവനെ കൊല്ലണമെന്നില്ല. ഇവന് വെറുതെ വിഷമം വന്നപ്പോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതാ. മണ്ടേന്ന് വെള്ളം വീഴുന്നുണ്ട്. അതെന്താണ് ഈ ഞെക്കാനോടെ പോയി. ഓക്കെ, ലോജിക്കണ്ട. അതായത് മണലിൽ വെള്ളം പറ്റില്ലല്ലോ. ആ സിനിമയിൽ കാണുന്നത് അത് തന്നെ. വെള്ളം പിടിച്ചൊഴിച്ചപ്പോ അയ്യോ കിട്ടിയ. ഞാൻ വിചാരിച്ചു നമ്മളവനെ തോപ്പിച്ചെന്ന്. ഓടാക്കുന്നു. പിടിച്ച് വലിച്ച് കൊണ്ടുപോയി.
ആ വലയിടുന്ന സാധനം സ്പൈഡർ വന്നില്ലേ ഇപ്പൊ പണി കിട്ടുമല്ല. ചത്ത തുടങ്ങിയപ്പോ തന്നെ സ്പൈഡർമാൻ തീർന്നാ. അയ്യോ നൈസറേ, മോറൽസ് വന്ന് നമ്മളെ രക്ഷിച്ചു. സ്പൈഡർ അവനെ സഹായിക്കാൻ വന്നിട്ട് മൊത്തം ഫൈറ്റ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തു. ഇത്ര നേരം നീ എവിടെ പോയി കിടക്കായിരുന്നടാ. യെസ്, ഇനി മൊറാലിസും സാൻഡ്മാനുമായിട്ടുള്ള അടിയാണ്. ബാക്കി എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇവിടെ ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി എന്താ വെച്ചാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം see you.